പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് ഇവരെ അകത്ത് കൊണ്ടുവന്ന് ഇടിച്ച് സമ്മതിപ്പിക്കുക, അല്ലെങ്കിൽ ഇടിച്ച് ലോക്കപ്പിൽ പ്രതി മരിച്ചു എന്ന് അങ്ങനെയൊക്കെ വരുത്തി തീർക്കാനുള്ള ഇതാണ്. ഇങ്ങനെ പേടിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ അപായപ്പെടുത്തുമെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ കൊച്ചിനെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് കൊച്ചിനെ അപായപ്പെടുത്തുന്നതെന്ന് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിനെ അപായപ്പെടുത്തി ഇതിപ്പോൾ 2 ദിവസം മുമ്പാണ് പോലീസ് ഡമ്മി പരീക്ഷ നടത്തി ഇത് ലൈംഗികത്തെ കാണിച്ച് കണ്ടുപിടിച്ചത്. ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ഡമ്മി പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാനോ ചാനലുകാരോ അല്ലെങ്കിൽ പൊതുവെ ആരും കണ്ടിട്ടില്ല. ഈ ഡമ്മി പരീക്ഷണം നടത്തിയെന്ന് പറയും. ഇപ്പം ഡമ്മിയിൽ ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ഇതിൻ്റെ ബാക്കിലിരുന്ന് നോക്കണം എന്ന് വരുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ രാത്രി സമയങ്ങളിൽ ഈ ഗ്ലാസ് ബോഡി വണ്ടിയിൽ കൈ പുറത്തിടാൻ പറ്റില്ല. അതുമല്ലാതെ ഈ വണ്ടിയിൽ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും കാണാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു വിഷയം. പക്ഷെ ഡമ്മി പരീക്ഷണം അത് നമ്മളെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ഡമ്മി പരീക്ഷണം നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ചാനലിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു വീഡിയോയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ചാനലുകാരും അറിഞ്ഞിട്ടില്ല. ഇത് പ്രതി രാവിലെ ഇതാണ് പറയുന്ന വാർത്തയിൽ. അല്ലാതെ നമുക്കൊന്നും അറിയത്തില്ല, കാര്യങ്ങളൊന്നും അറിയത്തില്ല. പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് ഇവരെ അകത്ത് കൊണ്ടുവന്ന് ഇടിച്ച് സമ്മതിപ്പിക്കുക, അല്ലെങ്കിൽ ഇടിച്ച് ലോക്കപ്പിൽ പ്രതി മരിച്ചു എന്ന് അങ്ങനെയൊക്കെ വരുത്തി തീർക്കാനുള്ള ഇതാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മളെ എങ്ങനെയെങ്കിലും ദ്രോഹിച്ചോ കൊന്നോ ഒക്കെ ഇവർക്ക് അത് തെളിയിക്കാതിരിക്കാനാണ്. നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോകും. അത് വേറെ ഇത് ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ പേടിക്കേണ്ട കാര്യമില്ല. അവർ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പല കേസുകളും ഉണ്ടാക്കിയെടുക്കുക, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ദൈവം എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത്, ദൈവവും സത്യവുമൊക്കെ കോടതി എന്നൊക്കെ പറഞ്ഞ സത്യത്തിൻ്റെ സത്യമേവ ജയതയെന്നല്ലേ എഴുതിയില്ല. അപ്പം അതെന്തായാലും ഉറപ്പായിട്ടും നമുക്ക് നീതി കിട്ടും. അത് ഉറപ്പാണ്. ഏതറ്റം വരെ പോയാലും നീതി കിട്ടുമെന്ന് തന്നെ എൻ്റെ ഉറച്ച വിശ്വാസമാണ്. പിന്നെ കുറേ നല്ലവരായിട്ടുള്ള ജനങ്ങളുണ്ട്, ഇതിലൊന്നും പെടാത്തത്, ഒന്നിൽ നിഷ്പക്ഷമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കറക്റ്റായിട്ട് ന്യായം അറിയാം. ഇന്ന് ഒരുപാട് പേര് ബസ്സിൽ കയറിയ സമയത്ത് വന്നെന്ന് പറഞ്ഞാണ് മക്കളെ മുന്നോട്ട് തന്നെ പോകണം, പേടിക്കരുത്. പല രീതിയിലും ഒപ്പിക്കാൻ നോക്കും. പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ പറയിപ്പിക്കാൻ നോക്കും. ബസ്സിൽ പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു പോകും. അവർ വണ്ടിയിൽ കൂടുതൽ യാത്ര ചെയ്യല്, വണ്ടി കൊണ്ടുവന്ന് അപകടപ്പെടുത്താൻ നോക്കും. 2 വീലറിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ എനിക്കറിയാം. കാര്യങ്ങളൊക്കെ പല രീതിയിലും ഒക്കെ നമുക്കറിയാം. പാർട്ടിയുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനും തൊട്ടേ അറിയാം. അതായത് ഇവിടെ ലോക്കൽ കമ്മിറ്റിയിലൊന്നും ഇല്ലെന്നില്ല, നമ്മളിവിടെ ലോക്കലായിട്ടൊന്നുമില്ല. കോളേജ് രാഷ്ട്രീയപരമായിട്ട്, കോളേജ് ജീവിതത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഞാൻ പാർട്ടിയെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ചില ആളുകൾ ഇതിൽ കുറച്ചാളുകളുണ്ട്, അവരിതിനു വേണ്ടിയിട്ട് പാർട്ടി എന്നാണ് മോഹം വികൃതമാക്കാൻ വേണ്ടിയിട്ട് പലരും ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇതിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇങ്ങനെ CPM സംഘടന കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ യദുവിനെതിരെ ഒരു മെസ്സേജ്, അതായത് യദുവിനെ കോടതി ഹർജി തള്ളി, യദുവിന് ചെയ്യുന്നില്ല. അപ്പോൾ യദുവിനെ പറഞ്ഞ കോടതി വിശ്വാസമില്ല. പക്ഷെ ആ കോടതി കൊണ്ടാണ് യദുവിൻ്റെ ഹർജി തള്ളിയത്. തള്ളിയെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ചെറുതല്ലല്ലോ. ഈ കേരളം ആകെ ഉണ്ടല്ലോ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞൊരു തിരുവനന്തപുരം ജില്ലയിലെ ഒതുങ്ങി ജീവിക്കുന്ന ആള്, എനിക്ക് അതിനുമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒരു പാർട്ടി സപ്പോർട്ടും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എതിർത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പേടിക്കുകയില്ല. ഇങ്ങനെ പേടിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ അപായപ്പെടുത്തുമെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ കൊച്ചിനെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് കൊച്ചിനെ അപായപ്പെടുത്തുന്നതെന്ന് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിനെ അപായപ്പെടുത്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കും ഉണ്ടാവും. അതൊന്നും പേടിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ ഇടപെടാൻ നാട്ടുകാരും ജനങ്ങളും കൂടെ. ഇത് ഞാനല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവണമല്ലോ. എന്ന് വെച്ചാൽ അങ്ങനെയാണ്. നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തിയാലും നിർത്തുക. ആ ഒരു നമ്മളെ എതിർക്കാൻ പാടില്ല. സിസ്റ്റം അതാണ്. നമ്മളെന്താ അവർ പറയുന്നു അതേപോലെ അവരെ ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിച്ചു എന്ന് നമ്മൾ പറയുക, ചെയ്തെന്ന് പറയുക. നമ്മൾ കാണിക്കാത്ത ഒരിക്കലും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഞാനായാലും ചെയ്തെന്ന് പറയും. ഇതിനും ആംഗ്യപരമായിട്ട് കാണിച്ചിട്ടൊന്നും. ഇപ്പോൾ എല്ലാം ഈ കോടതി ഹർജി തള്ളി, ഇപ്പോൾ എല്ലാ വാദിനും അടയാണ്. ഇങ്ങനെ കേസിന് പോകണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ല
ഇല്ല, നമ്മുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ. നമ്മൾ പിന്നെ കേസിന് പോകാതെ നമുക്ക് കോടതിയേ ഉള്ളൂ. പോലീസുകാരൊന്നും കറക്റ്റ് അന്വേഷണമൊന്നുമല്ല. പോലീസുകാർ ഈ ഒരു ഇത് അന്വേഷിച്ച സമയത്ത് ഈ ഡമ്മി പരിശോധിക്കാൻ വേണ്ടിയിട്ട് നടന്നല്ലോ. എനിക്ക് ചിരിയാണ് വരുന്നത് സത്യം പറഞ്ഞാൽ. ഇവരെന്തുകൊണ്ട് ഈ ക്രിമിനലായിട്ടുള്ളത് 5 പേരില് പോട്ടെ, MLA മേയറും ഒക്കെ ഉന്നത ഇതിൽ നിൽക്കുന്നു, എന്തുകൊണ്ട് 3 പേരെ പിടിച്ചില്ല, വണ്ടി റിക്കവർ ചെയ്തില്ല? ആ ഒരു കാര്യം ചെയ്യാത്ത എന്താണ്? യദുവിന്റെ ബാക്കിൽ നിന്ന് നടക്കാതെ എന്തുകൊണ്ട് ഈ കേസിൽ കോടതിക്ക് പോലും ഒരു വിലയില്ലാതെയാണ് ഈ പോലീസുകാർ ഇങ്ങനെ നടക്കുന്നത്? യദുവിന്റെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോടതി ശക്തമായിട്ട് നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കോടതിയെ നോക്കൂത്തിയായിട്ട് ഈ പോലീസുകാർ കാണിക്കുന്നത് മൊത്തം ഒരു ന്യായമില്ലാത്ത കാര്യത്തിനാണ് അവർ നടക്കുന്നത്. അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞത് വാർത്തയിൽ, അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞത്. MLA കയറിയിട്ടേ ഇല്ല. MLA ഇപ്പൊ പറഞ്ഞ മൊഴി കൊടുത്തെന്ന് പറഞ്ഞു. MLA ബസ്സിൽ കയറിയിട്ട് വണ്ടി ഒതുക്കാനാണ് പറഞ്ഞത്. ഒരിക്കലും ഡിപ്പോയിലോട്ട് പോട്ടെന്നോ അല്ലെങ്കിൽ സ്റ്റേഷനിലോട്ട് പോട്ടെന്നോ അല്ല പറഞ്ഞത്. വിഷയമായി സംസാരമായപ്പോൾ പോലീസ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയും പോലീസ് വന്ന് ക്രിമിനലുകളെ കൊണ്ടുപോകുമ്പോൾ വണ്ടി കയറ്റിക്കൊണ്ട് പോവുകയും മെഡിക്കൽ എടുക്കാനാണ് നേരെ കൊണ്ടുപോകുന്നത്. അതാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ പുറത്ത് വന്നല്ലോ. എന്തുകൊണ്ട് പോലീസിന് സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. പോലീസ് നിഷ്പക്ഷമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പോലീസിന് സാധിക്കാതെ ഒന്നുമില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസുകൾ വരെ പോലീസ് കൊണ്ടുവരുന്നു. ഇതിപ്പോ പാർട്ടി ഇടപെടലുള്ളതുകൊണ്ട്, പാർട്ടിയിലുള്ള ആൾക്കാരായതുകൊണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവർ തെറ്റിയതിനെ പാർട്ടി അത് ശരിയായിട്ടുള്ള രീതിയിൽ പാർട്ടിയെ പുറത്താക്കിയിട്ട് അന്വേഷണം നേരിടണമെന്ന് പറയണം. ഇവർ തെറ്റിയതില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവര് ആ പാർട്ടിയിലെ ഈ ഇത് ഉപയോഗിച്ച് തന്നെ, ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് തന്നെ അവർ നിൽക്കുകയാണ്. പാർട്ടിക്ക് ഇതേപോലെയുള്ള ആൾക്കാരെ പാർട്ടിക്കാർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. പാർട്ടിക്കുള്ള ഇമേജ് കിട്ടും. അല്ലാതെ തിരിച്ചു ഇമേജ് കളയാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഈ എടുത്തിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. കാര്യം ഇവർ തെറ്റിയത് കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാനുള്ള ഇത് വേണം, തന്റെ ഇടം വേണം. ഇപ്പൊ ഞാൻ നിൽക്കില്ലേ, അതേപോലെ നിൽക്കുക. 1 മാസമായി ജോലിക്ക് പോയിട്ട് സ്കൂൾ തുറക്കുകയാണ്. ഒരു ജീവിതമാർഗം എന്ന് വെച്ചപ്പോൾ കൊച്ചിന്റെ കാര്യമൊക്കെ ഏകദേശം അച്ഛൻ ഒരുവിധം തയ്യൽ മിഷനൊക്കെ നന്നാക്കി ചെറിയ ജോലിയുണ്ട് ഏകദേശം ആയി.